ഞാനിപ്പോൾ വി എസ് രഞ്ജിത്തിലേക്കൊന്ന് പോകേണ്ടതാണ്. സായിലേക്ക് ഉടനെ മടങ്ങിയെത്താം. അവിടെ ഒരു ബൂത്തിൽ യന്ത്ര തകരാറിന്റെ പ്രശ്നമുണ്ട്. എന്താണ് രഞ്ജിത്ത്, എന്താണ് സംഭവിച്ചത് ആ ബൂത്തിൽ? ഉണ്ണി ബാലകൃഷ്ണൻ, ഞാൻ നിൽക്കുന്ന മുത്താന്തറയിലെ 56-ാം ബൂത്തിൽ ഒരു യന്ത്ര തകരാറുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥി ആ ബൂത്തിനകത്തുണ്ട്. അതിനുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അല്പസമയമായിട്ട് ഇവിടെ യന്ത്ര തകരാറ് മൂലം പോളിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. പോളിംഗ് തുടരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. യന്ത്ര തകരാറ് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. യന്ത്ര തകരാറുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു. സ്ഥാനാർത്ഥിയും ഇപ്പോൾ ബൂത്തിനകത്താണുള്ളത്. അല്പസമയമായി പോളിംഗ് നടക്കുന്നില്ല. ഇപ്പോൾ സ്ഥാനാർത്ഥി എത്തിയ ശേഷമാണത് പരിഹരിക്കാനുള്ളൊരു ശ്രമം കൂടി നടത്തുന്നു. സ്ഥാനാർത്ഥി ബൂത്തിനകത്ത് തന്നെയുണ്ട്. ഇവിടെ കുറച്ച് നേരമായിട്ട് മന്ദഗതിയിലായിരുന്നു പോളിംഗ്. മന്ദഗതി എന്ന് പറയുന്നത് പോളിങ്ങിൻ്റെ വേഗത കുറവായിരുന്നു. ആളുകൾ ധാരാളമായി പോൾ ചെയ്യാൻ എത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വേഗത കുറവായതുകൊണ്ട് 56-ാമത്തെ ബൂത്തിൽ ആളുകൾ ക്യൂ നിൽക്കുന്നത് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ക്യൂ തുടരുന്നു. മറ്റു ഭാഗത്ത് ഈ പോളിംഗ് തടസ്സപ്പെട്ട ഭാഗത്ത് പറഞ്ഞാൽ യന്ത്ര തകരാറ് മൂലം പോളിംഗ് തടസ്സപ്പെട്ടതാണ്. യന്ത്ര തകരാറിൻ്റെ കാരണം വ്യക്തമായിട്ടില്ല. യന്ത്ര തകരാറാണ് പോളിംഗ് തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ. ഈ മൂത്താന്തറ 56-ാമത്തെ ബൂത്തിലാണ് ഈ യന്ത്ര തകരാറുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അവിടെ കൃഷ്ണകുമാറിനെയാണ് നമ്മൾ കണ്ടത്. മൂത്താന്തറ എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അല്ലേ? അവിടെ പോളിംഗ് വളരെ അത് വെച്ചാൽ നന്നായി നടക്കേണ്ടത് ആ പാർട്ടിയുടെ ആവശ്യം കൂടിയാണ്. യന്ത്ര തകരാറ് സംഭവിക്കുന്നത് മൂലം പോളിംഗ് വൈകിയാൽ അവിടെ നിൽക്കുന്ന ആളുകളൊന്നും ആരും മടങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയില്ല. അതൊരു കേഡർ പാർട്ടിയാണ്. അവിടുത്തെ ആളുകൾ കൃത്യമായി തീരുമാനമെടുത്ത് BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നൊരു സ്വഭാവത്തിലുള്ള സ്ഥലവും കൂടിയാണ്. രഞ്ജിത്ത്, നേരത്തെ മുതൽ തന്നെ ആ ബൂത്തിൽ മന്ദഗതിയിലായിരുന്നു പോളിംഗ് എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അതിൻ്റെ കാരണം എന്താണ്? എന്തെങ്കിലും വീഴ്ചകളുണ്ടോ അവിടെ? ഓഫീസർമാരുടെ വീഴ്ചകളോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? വീഴ്ചകൾ ഉണ്ടായിട്ടല്ല. ചില ബൂത്തുകളിൽ ഇതുപോലെ ഉദ്യോഗസ്ഥരൊക്കെ വളരെ പതുക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ചില സമയത്ത് ചില ബൂത്തുകളിൽ നേരത്തെ പല ബൂത്തുകളിലും അത്തരത്തിൽ പരാതി നേരത്തെ TV പ്രസാദൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ ഈ 56-ാം ബൂത്തിൽ വോട്ടേഴ്സിൻ്റെ എണ്ണവും കൂടുതലാണ്. മാത്രവുമല്ല വളരെ പതുക്കെയാണ് പോളിംഗ് പോയിക്കൊണ്ടിരുന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ 45 മിനിറ്റോളം കാത്തു നിന്നിട്ടാണ് ആളുകൾ പോൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. വളരെ വലിയ ക്യൂ എന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ കൂടി ഇവിടെ ഉള്ള ക്യൂ താരതമ്യേന വലുതാണ്. ആ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു 45 മിനിറ്റ് എങ്കിലും കാത്തുനിന്ന് മാത്രമാണ് വോട്ട് ചെയ്യാൻ സാധിച്ചിരുന്നത്. ഇപ്പോൾ ആ പോളിംഗ് തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പോളിംഗ് തടസ്സപ്പെടാനുള്ള കാരണം പരിശോധിക്കേണ്ടതുണ്ട്. യന്ത്ര തകരാറാണെന്ന് മനസ്സിലാക്കുന്നു. അല്പസമയത്തിനകം പരിഹരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് യന്ത്ര തകരാറുണ്ടായിരുന്നത്? അല്ല, രാവിലെ മുതൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പോളിംഗ് വേഗത്തിലാക്കുന്നതിനുള്ള പരിശ്രമങ്ങളൊന്നും നടത്തിയിരുന്നില്ല. ഇപ്പോൾ അതോടൊപ്പം തന്നെ മെഷീൻ തകരാറിലായിരിക്കുകയാണ്. മെഷീൻ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ വലിയ രീതിയിൽ ആളുകൾ 2-2.5 മണിക്കൂറോളമായി ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ അതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. യന്ത്ര തകരാറ് ഇപ്പോൾ സംഭവിച്ചത് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. നോട്ട് റെസ്പോൺസ് എന്നാണ് പറയുന്നത്. അതിനകത്തുനിന്ന് നോട്ട് റെസ്പോണ്ടിങ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. വോട്ട് മിഷൻ നോട്ട് റെസ്പോണ്ടിങ് എന്ന രീതിയിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. നേരത്തെ തന്നെ പോളിംഗ് വളരെ പതുക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരാതി തന്നെയാണ് BJP നേതാവ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ ഒരു മിഷൻ അത് നോട്ട് റെസ്പോണ്ടിങ് എന്ന് കാണിക്കുന്നു. അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഈ പറയുന്ന പ്രോസസ്സ് എത്ര വൈകിപ്പിച്ചാലും ബൂത്തിന്റെ വാതുക്കൽ ആളുകൾ നിന്നാൽ അവരെ മുഴുവൻ ഇപ്പൊ വോട്ട് ചെയ്യിപ്പിച്ചിട്ടേ അവർക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അത് മനഃപൂർവ്വമായി വൈകിപ്പിക്കാനുള്ള സാധ്യതയില്ല. കാരണം അത്രയും സമയം കൂടുതൽ അവർ തന്നെ അവിടെ ഇരിക്കണം. കാരണം ആരെയും വോട്ട് ചെയ്യാതെ അവസാനത്തെ ആളെയും വോട്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രമേ ബൂത്ത് ഓഫീസർമാർക്ക് പുറത്തേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ മനഃപൂർവ്വമായ വൈകലായിരിക്കത്തില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഏതായാലും പല സ്ഥലങ്ങളിലും കണ്ടു. കറക്റ്റ്. അതെ. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മൂത്താന്തറ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ BJP അല്ലെ ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അതുകൊണ്ടാണ് കൃഷ്ണകുമാർ അവിടെ എത്തി അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നത് രഞ്ജിത്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതോ സായിൽ നിന്നാണ് നമ്മൾ വന്ന് സായികുമാറിലേക്ക് ഒന്ന് പോകാൻ തോന്നുന്നു.